തങ്ങൾ അതീവ ജാഗ്രതയോടെ അതീവ ഗൗരവത്തോടെ നമുക്കതൊക്കെ നിസ്സാരമായി സത്യത്തില് നമ്മുടെ എന്തും മനസ്സിൽ റമദാനൊന്നും വേണ്ട പോലെ കയറിയിട്ടില്ല. അതിന്റെയൊക്കെ ആ രസവും അതിന്റെയൊക്കെ ആ ഗൗരവം അറിഞ്ഞാൽ നമുക്കൊക്കെ ഇരിപ്പുറക്കും നിങ്ങളെ ഉറക്കം വരും. നമുക്ക് ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാവില്ല. മുത്തുനിബിതങ്ങൾ വല്ലാത്ത അവസ്ഥയിലായി കേൾക്കുമ്പോ എന്തുകൊണ്ടാണത്? അത് റമദാന്റെ ഗൗരവം, അതിലടങ്ങിയ പുണ്യം, അതിൽ കിട്ടുന്ന നേട്ടം, അതിൽ അല്ലാഹുവും അടിമയും തമ്മിലുള്ള ബന്ധം, അതുകൊണ്ടൊക്കെയാണ് മുത്തുനിബിതങ്ങളിൽ നമുക്ക് ആ മാറ്റം കാണാൻ കഴിഞ്ഞത്. വേറെ ഹദീസിലുണ്ട് എന്നൊക്കെ കാണാം. മുത്തുനിബിതങ്ങൾ അരമുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് കഠിനമായ പരിശ്രമം പരിശുദ്ധ റമദാൻ ശരീഫിൽ നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അവസാനത്തെ 10 എന്ന് കാണാം. അതുകൊണ്ട് ഇങ്ങനെ പരിശ്രമിച്ചിരുന്ന മുത്തുനിബിതങ്ങൾ സഹാബത്തിനോട് പറയുന്നു, അറ്റാക്കും റമദാൻ, സഹാബത്തെ നിങ്ങൾക്കിതാ റമദാൻ വന്നു, ഫശഫിറൂ ലഹു, നിങ്ങൾ പരമാവധി പരിശ്രമിക്കണേ. സാധാരണ 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവൻ 20 ആക്കട്ടെ, 100 ചൊല്ലട്ടെ, എത്രയാണോ കഴിയുക. പ്രിയമുള്ളവരെ, നഷ്ടപ്പെട്ടതിന് തിരിച്ചു കിട്ടൂല. അതിന്റെ ഗൗരവം വലുതാണ്. അതുകൊണ്ട് വേറെ ആരെയും നോക്കണ്ട, ആരെന്തോ ആയിക്കോട്ടെ. ഞാൻ എന്റെ ഖബറിൽ ഞാൻ ഒറ്റക്കാണ് ഹിസാബിനെ അഭിമുഖീകരിക്കുക. അതുകൊണ്ട് ഞാൻ എനിക്ക് കിട്ടാവുന്നതൊക്കെ വാങ്ങട്ടെ എന്ന ചിന്തയോടെ, എന്ന ചിന്തയോടെ മുഅ്മിനീങ്ങളെ പരമാവധി ഗോതയിൽ ഇറങ്ങിക്കോ, സ്കോർ ചെയ്തോ. മുത്തുനിബിതങ്ങൾ പറയുന്നു, ഫശബ്ബിറൂല, നിങ്ങൾ കഠിനമായി പരിശ്രമിക്കണം. വഅഹ്സിനൂ നിയ്യാതികും ഫീ, നിങ്ങളുടെ നിയ്യത്തുകളൊക്കെ നന്നാക്കണം. കുറേ നല്ല കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുക, നല്ലത് ചിന്തിക്കുക. മറ്റൊരാളെ കുറിച്ച് മോശമായത് പറയുകയോ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതിരിക്കുക. ആരോ എന്തോ ആയിക്കോട്ടെ, ഞാനും എന്റെ റബ്ബും. ഒരു പാട്ടില്ലേ, നിന്റെ റബ്ബല്ല എന്റെ റബ്ബ് വേറെയാണോ. ഒരു പാട്ടുണ്ടെങ്കിൽ അതെ, എന്റെ റബ്ബ് എന്നാൽ സ്നേഹമാണ്. ആ അല്ലാഹ് എന്ന ചിന്തയിൽ എന്റെ റബ്ബ് ഗഫൂറാണ് റഹീമാണെന്ന ചിന്തയോടെ ഖൽബിലങ്ങ് കയറ്റി ഈ റമദാനിനെ ഉപയോഗപ്പെടുത്തുക. മുത്തുനിബിതങ്ങൾ പറയുന്നു, റമദാനിന് ഒരുപാട് മഹത്വമുണ്ട്. അതിനെ നിങ്ങൾ മഹത്വപ്പെടുത്തണം. അതിന് കോട്ടം വരുത്തരുത്. നിങ്ങളുടെ വാക്കിലോ നോക്കിലോ പെരുമാറ്റത്തിലോ സംസാരത്തിലോ ഇടപാടിലോ റമദാന്റെ മഹത്വത്തിന് കോട്ടമാകുന്നതൊന്നും വരരുതേ. നമ്മുടെ പരിസരത്തൊക്കെ ചില ആളുകളൊക്കെ ഈ നോമ്പിന് ഹോട്ടലൊക്കെ തുറന്നിരിക്കും. അവർക്കുണ്ട്, എന്റെ ശബ്ദം അവർ കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ശ്രദ്ധിക്കുക. റമദാൻ ഒരുപാട് മഹത്വമുണ്ട്, അതിന് കോട്ടാകുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ മുസ്ലിമിന് പോലും റമദാന്റെ പകലിൽ നമ്മൾ ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്. അതുകൊണ്ടല്ലേ നമ്മൾ പണിയൊക്കെ നിർത്തുന്നത്, പണിക്കാരെ ആ സമയത്ത് പണികളൊക്കെ ഒഴിവാക്കുന്നത് എന്തുകൊണ്ടാണ്? അത് അതിന് കൊടുക്കുന്നൊരു ബഹുമാനമാണ്. പരമാവധി ആ വിഷയങ്ങളൊക്കെ എങ്ങനെയൊക്കെ റമദാനിനെ മഹത്വപ്പെടുത്താൻ കഴിയോ അത് നിങ്ങൾ ചെയ്യണേ. മുത്തുനബി പറയാണ്, പരിശുദ്ധ റമദാനിന് അല്ലാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം മറ്റേതിനേക്കാളും മറ്റാരെക്കാളും വലിയ സ്ഥാനം അല്ലാഹു പരിശുദ്ധ റമദാനിന് നൽകിയിട്ടുണ്ട്. അല്ലാഹു വലിയ സ്ഥാനം കൊടുത്ത, ആദരവ് കൊടുത്ത, ബഹുമാനം കൊടുത്ത മാസമാണ് റമദാൻ. നമ്മുടെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ അതിന്റെ മാറ്റ് കുറയരുത്. അതിന്റെ ഇസ്സത്തിന്, അതിന്റെ അതിന്റെ മഹത്വത്തിന് കളങ്കം വരരുതേ. എന്നിട്ട് മുത്തുനബിതങ്ങൾ പറയുകയാണ്, ഫലാ തത്തഹിഖൂ, അതിന്റെ ആ ബഹുമാനത്തെ നിങ്ങൾ പിച്ച് ചീന്തരുത്, കളങ്കപ്പെടുത്തരുത്. ഫഇന്നൽ ഹസനാതി വസ്സയ്യിആതി തുളാഅഫു ഫീ, പരിശുദ്ധമായ റമദാൻ മാസത്തിൽ ആരെന്ത് നന്മ ചെയ്താലും എന്ത് തിന്മ ചെയ്താലും ഒക്കെ ഇരട്ടിയാണ്. നല്ലതിന് കുറേ കൂലി കിട്ടും, തിരിച്ചു
ഫസാദോ അല്ലെങ്കിൽ എന്തെങ്കിലും പരിശുദ്ധ റമദാനിൽ അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് എന്ത് ചെയ്താലും സാധാ കുറ്റമല്ല, ഇരട്ടി 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 കുറ്റമാണ്. ഞാൻ പക്കത്ത് പോകുമ്പോൾ ആളുകളോട് പറയാറുണ്ട്, ഉള്ളവരെ കയ്യിലുള്ള കാശ് കൊടുത്തിട്ട് വെറുതെ കുറ്റം വാങ്ങാനെങ്കിലും പക്കത്തേക്ക് വരണ്ടാകും. കാരണം എന്താ, അവിടെ ഒരു കുറ്റം ചെയ്താൽ ഇരട്ടി കുറ്റം ഇടങ്ങാനായിട്ട് അവിടെ പോയി കുറ്റം ചെയ്യണോ? അപ്പൊ എന്താ പോലെ റമദാനിൽ ജീവിക്കാൻ കൊതിച്ച നമ്മള് റമദാനിൽ കുറ്റങ്ങൾ തെറ്റുകൾ വരാതെ കണ്ണിനെ നാവിനെ ശരീരത്തെ എല്ലാം സൂക്ഷിക്കണം. അങ്ങനെ തെറ്റ് സംഭവിച്ചാൽ പ്രിയമുള്ളവരെ ഇരട്ടി ഇരട്ടി ഇരട്ടിയാണ് അതിന്റെ കുറ്റവും ശിക്ഷയും. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ.